ജനിച്ചു വളർന്ന ആ വീടിന്റെ പശ്ചാത്തലം മുതൽ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അനേക തരത്തിലുള്ള മുറിവുകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. പലതരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മുറിവുകൾ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്വഭാവത്തിൽ ഇത് ശക്തമായി പ്രകടമാകുന്നു. ഇവിടെ ഇരിക്കുന്നതല്ല നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം. ഒറിജിനൽ സ്വഭാവം അനുഭവിക്കണമെങ്കിൽ എവിടെ വരണം? നിങ്ങളുടെ കൂട്ടത്തിൽ വീട്ടിലോട്ട് വന്നാൽ മതി, കാണാം പൂരം അല്ലേ? ഈ അവസ്ഥയൊന്നും അല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമേ അയ്യോ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് മുത്താൻ തോന്നും. അതുപോലെയാണ് ചിലരുടെ ഇരിപ്പ്. ഇതല്ലല്ലോ സത്യം. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. അത് ഈ ലോക നിയമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആ വ്യക്തി അതിനു മുമ്പ് സമാനമായിട്ടുള്ള വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തി ആയിരിക്കും. ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ മുറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു, മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ഏത് മുറിവിനും സൗഖ്യം കിട്ടുന്നത് യേശുവിലാണ്.